എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജസ്ന സലീം അറിയാത്തവരായിട്ട് ആരുമില്ല അല്ലേ? ഇപ്പോൾ പുതിയൊരു അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാനിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരപ്പ ഭക്തയാണ്. അവരുടെ ഫോട്ടോ കണ്ട് ഞാനും ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത് വരുത്തി ഞങ്ങളെ കടയിൽ കൊണ്ടുവച്ച് നല്ല എട്ടിൻ്റെ പണി കിട്ടിയതാണ് എനിക്ക്. ഞാൻ ഈ പറയുന്നത് കൊണ്ട് ഒരാളെങ്കിലും ഫോട്ടോ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഈ വീഡിയോ എത്ര പേര് കാണുമെന്നോ അല്ലെങ്കിൽ എത്ര പേര് ഇതിനകത്ത് റിയാക്ട് ചെയ്യണമെന്നോ എനിക്കറിയില്ലെങ്കിലും 10 പേര് കണ്ടാൽ എനിക്ക് ആ 10 പേര് കണ്ടാൽ എത്ര പേര് ഇത് മുഖവിലേക്ക് എടുക്കുമെന്നോ എത്ര പേര് ഇതിനെ അനുകൂലിച്ച് സംസാരിക്കുന്നോ അല്ലെ എത്ര പേര് ഫോട്ടോ വാങ്ങിക്കാതിരിക്കുമോ അതൊന്നും എന്റെ വിഷയമല്ല. പക്ഷെ ഞാനിപ്പോ ഈ പറയുന്ന കാര്യം 10 പേര് കണ്ടാൽ ആ 10 പേര് മതി. അത്രയും പേരെങ്കിലും ഈ ഫോട്ടോ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു രീതിയിലും ഈ ഫോട്ടോ ഒരു മനുഷ്യരും വാങ്ങിക്കരുത്. പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദുമത വിശ്വാസികൾ, ഗുരുവായൂരപ്പനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യരും അല്ലെങ്കിൽ ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യരും ഈ ഫോട്ടോ വാങ്ങിക്കരുത്. ഇങ്ങനെ ഒരാവശ്യം പറഞ്ഞ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വിശ്വാസം കൊണ്ട് നമ്മൾ 5000 അല്ലെങ്കിൽ 15000 കൊടുത്തൊക്കെ വാങ്ങിക്കുന്നവരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഞാനും വിദേശത്തായിരുന്ന സമയത്ത് എനിക്ക് ഈ ഫോട്ടോ കണ്ട് ഒരുപാട് ആഗ്രഹം തോന്നിയാണ് ഞാനും ഇത് വാങ്ങിച്ചത്. പക്ഷേ ഇപ്പൊ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. കണ്ണിലെ ഫോട്ടോക്ക് ഞാൻ ഓർഡർ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോ അതേപോലെ അതായത് മാതാപിതാക്കളെ അടിച്ചു പറഞ്ഞേക്കുന്നതിനുള്ള ഒരു ആഗ്രഹം കൂടെയാണ് ഈ ഒരു പ്രാവശ്യം എനിക്കുള്ളത്. അങ്ങനെയാണ് ഫോട്ടോസിന്റെ ഓർഡർ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം സന്തോഷം. ഇന്നത്തെ ദിവസം എനിക്ക് ഫോട്ടോക്കുള്ള ഓർഡർ കിട്ടി. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഹജ്ജിന് പോകാന്ന് വെച്ചാൽ സമയത്ത് കല്യാണം വരുമല്ലോ. എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടല്ലോ, വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു സംഭവമാണ്. എന്ത് വിനയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് അറിയാമോ? എന്തൊരു സന്തോഷത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. എന്തോ പറയുന്ന വിശ്വാസത്തെ, ഗുരുവായൂരപ്പന് മേലുള്ള നമ്മുടെ ഹിന്ദു മതത്തിന്റെ ആ വിശ്വാസത്തെയാണ് നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് അവൾ അങ്ങനെ പറയുന്നത് അല്ലേ? ശരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഈ ഫോട്ടോ വാങ്ങിച്ച് 8ന്റെ പണി കിട്ടിയെന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ. ആ 8ന്റെ പണി എത്തുമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ കടയെ കൊണ്ടുവന്ന് ഞാനിപ്പോ 24 നാട്ടിൽ വന്നിട്ട് ഞാനൊരു ഹോട്ടൽ തുടങ്ങി. നല്ല രീതിയിൽ പ്രവർത്തിച്ചൊരു ഹോട്ടലായിരുന്നു. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചതായിരുന്നു. ജൂൺ മാസം, അതായത് 2024 ജൂണിൽ പോയി ഞാനൊരു ഫോട്ടോ വാങ്ങിച്ചു ഇവളുടെ കയ്യിൽ നിന്ന്. എനിക്ക് കൊറിയർ അയച്ചു തരുമായിരുന്നു. 5000 രൂപ ഞാൻ വിദേശത്തായിരുന്നപ്പോൾ അയച്ചു കൊടുത്തതാണ്. ഒരു വർഷം കഴിഞ്ഞ ഫോട്ടോ കിട്ടത്തോളം എന്ന് ജൂൺ മാസത്തിൽ എനിക്ക് ഫോട്ടോ കിട്ടി. ആ ഫോട്ടോ ഞാൻ കടയിൽ കൊണ്ടുവന്ന് വെച്ചാൽ അന്ന് മുതൽ എൻ്റെ കട പടലം മൂഞ്ചി എന്ന് വേണം പറയാം. എന്താ പറയുക, വിശ്വാസമില്ലായ്മ. ഇത്രയും വിശ്വാസമില്ലായ്മയോടുകൂടി ചെയ്യുന്ന ഏതൊരു ജോലിയും ഇത്രയും പൈസ വാങ്ങിച്ചിട്ട് 5000 രൂപയുടെ ഒരു ഫോട്ടോയും അതിനകത്തില്ല. അവര് പറഞ്ഞതുപോലെ എന്തോ ഒരു വാളിന്റെ കാര്യം പറയുമല്ലോ, അതിന്റെ തലയ്ക്ക് മേലിൽ ഇങ്ങനെ തൂങ്ങി കിടന്നൊരു വാള് ഒഴിച്ച് എനിക്കത് ഒഴിവാക്കാനും പറ്റുന്നില്ല. എനിക്കത് ഈ വിശ്വാസം എവിടെ വെറുതെ കിട്ടിയാലും അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിൽ എന്ത് കിട്ടിയാലും മലയാളികൾ പോയി ക്യൂ നിൽക്കുന്നെന്ന് പറഞ്ഞതുപോലെ ഒരു അബദ്ധം എനിക്കും പറ്റിയതാണ്. എന്നാൽ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം, കൃഷ്ണന്റെ ഒരു വിഗ്രഹം തന്നെ, ഒരു 3-4 വിഗ്രഹം വരെ ഉണ്ട് ഞങ്ങളെ വീട്ടിൽ. ഈ നമ്മുടെ അണ്ണാച്ചിമാരുടെ ഒക്കെ കയ്യിൽ നിന്ന് വാങ്ങിയ സൈസിൽ 2-3 ടൈപ്പ് ഇരിപ്പുണ്ട് ഞങ്ങളെ വീട്ടിൽ. എന്നിട്ടാണ് ഞാൻ ഈ ഫോട്ടോ വാങ്ങിച്ചതെന്ന് ഓർക്കണം. എന്നിട്ട് എനിക്ക് അത്രമാത്രം വിശ്വാസമായിരുന്നു. അതിനിപ്പോ എനിക്ക് പല രീതിയിൽ കമന്റ് വരാം. പിന്നെ നിങ്ങളോട് ആര് പറഞ്ഞു വാങ്ങിക്കാതെന്ന്, വിശ്വാസമുള്ളവർ വാങ്ങിയത്. എനിക്കും വിശ്വാസം കൊണ്ടാണ് വാങ്ങിച്ചത്. പക്ഷെ ഇനി ഒരാളും ആ ഫോട്ടോ വാങ്ങിച്ചിട്ട് വഞ്ചിതരാകരുത്. അല്ലെങ്കിൽ വിശ്വാസത്തെ വിറ്റ് കാശാക്കുന്ന രീതിയിലുള്ള പടം വരപ്പ് വരച്ചിട്ട് അതിനകത്ത് ഒട്ടിക്കുന്നതെല്ലാം നിലവാരം കുറഞ്ഞ വെറും സാധാരണ സാധനങ്ങൾ അതിനകത്ത് ഒട്ടിക്കുന്നത്. കൂടിപ്പോയ ഒരു 850 രൂപയുടെ സാധനം അല്ലാതെ അതിനകത്ത് അപ്പുറത്തോട്ട് 1 രൂപ പോലും അതിനകത്ത് ചെലവ് വരുന്നില്ല. പോട്ടെ, ഒരു 1500 രൂപ കൂടുതൽ അതിനെന്തായാലും ഈടാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഹജ്ജിന് വിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉമ്മാരത്ത് പറഞ്ഞു കൊടുക്കണം. ഉമ്മ നമ്മൾ ആ ഇതല്ല, അല്ലെങ്കിൽ വാപ്പാരത്ത് പറയണം, ഉമ്മ വാപ്പ ഞാൻ ഈ മതം ഉപേക്ഷിച്ച്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇപ്പൊ 2-3 ആഴ്ച ആയതാണല്ലോ വീഡിയോ കണ്ടിട്ട് എനിക്ക് മതമില്ല, ഞാൻ മുസ്ലിം മതം ഉപേക്ഷിച്ചു പറയുമ്പോൾ
ആരുടെയോ തലയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു വാള് പോലെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഒരു രീതിയിലും ആ ഫോട്ടോ വാങ്ങിച്ച് വഞ്ചിതരാവാതിരിക്കുക. അതാണ് മെയിനായിട്ടുള്ളത്. വഞ്ചിതരാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോട്ടോ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൂര ഭാവമാണ്. പല രീതിയിലും പലരും പറഞ്ഞത് ഈ കൃഷ്ണന്റെ പടം, അതായത് ജസ്ന വരയ്ക്കുന്ന കൃഷ്ണന്റെ പടം നമ്മൾ ദൂരെ നോക്കി കഴിഞ്ഞാൽ ഒരു ക്രൂര ഭാവമാണ്. ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാമിലും ജലജ പ്രമോഹം എന്നുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ ഈ ഫോട്ടോയും വെച്ചും കൊണ്ടുള്ള പടങ്ങൾ ഇപ്പോഴും ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ചെയ്തൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഫോട്ടോ ഞാൻ വാങ്ങിച്ചത്. അത് എൻ്റെ തലയ്ക്ക് മേലെ തന്നെ തൂങ്ങി നിൽക്കുന്ന ഒരു ആള് പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഏതൊക്കെ രീതിയിൽ മനുഷ്യരെ പറ്റിക്കാമോ, ഏതൊക്കെ രീതിയിൽ മനുഷ്യരെ വഹിച്ച് കാശുണ്ടാക്കാമോ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ജസ്നയുടെ ഓരോരോ എന്ത് സൗമ്യമായിട്ടാണ് ആ പയ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കെന്ന് നോക്കിക്കോണം. മറ്റേ സംസാരിക്കുമ്പോഴെല്ലാം ഹിന്ദുമത വിശ്വാസികളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് എൻ്റെ ഓരോ അവളുമാർ എന്തൊക്കെയോ പറയുന്ന കേട്ട്, അല്ലെങ്കിൽ ഓരോ അവളുമാര് എന്നെ വെച്ച് കാശുണ്ടാക്കുന്നു, എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച കുറേ വീഡിയോകൾ ഞാൻ കണ്ടു. ജസ്നയെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുന്നു. ജസ്ന എങ്ങനെയാണ് റീച്ച് ആയത്? ഈ ഹിന്ദു മതത്തിലെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടാണ് ജസ്ന റീച്ച് ആയത്. അല്ലാതെ ഒരു രീതിയിലും അല്ല. കാരണം കുറഞ്ഞ ചെലവിലുള്ള പൈസ കൂടിയ പൈസയ്ക്ക് കൊടുത്തിട്ട് അത് വെച്ച് കാശുണ്ടാക്കി. അതുപോലെ തന്നെ ആ ഒരു കൃഷ്ണനെ വെച്ചിട്ട് കാശുണ്ടാക്കിക്കോ, ഒരു കുഴപ്പമില്ല, കാശുണ്ടാക്കി ഏത് രീതിയിൽ കാശുണ്ടാക്കി. പക്ഷെ ഈ വിശ്വാസം വിറ്റ് കാശുണ്ടാക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഹജ്ജിന് പോകണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ് തിരികെ കൊടുക്കണം. ഹജ്ജിന് പോകണമെന്നുള്ളത് അതും പിന്നെ എന്റെ കടമയല്ല. അതായത് ഈ ഹിന്ദുമതത്തെ വിശ്വാസത്തെ ചൂഷണം ചെയ്തിട്ടല്ല നിങ്ങളെ ഉമ്മായി വാപ്പായി ഹജ്ജിന് കിടക്കുള്ളത്. നേരായ മാർഗത്തിലൂടെ പൈസ ഉണ്ടാകുന്നത്. അപ്പൊ ഇപ്പോ മലയാളികൾക്ക് മനസ്സിലായി തുടങ്ങുന്നു നിന്റെ ഫോട്ടോ വാങ്ങിച്ചിട്ട് കാര്യമില്ലെന്ന്. അതുകൊണ്ടാണ് അവർ വാങ്ങിക്കാത്തത്. ഇപ്പൊ ഈ 23 ഫോട്ടോയ്ക്ക് ഓർഡർ കിട്ടിയെന്ന് ചുമ്മാതെ ആയിരിക്കും. കാരണം ഇപ്പൊ മലയാളികളെല്ലാം ഇവിടെ സ്വഭാവം മനസ്സിലാക്കി. ഇപ്പൊ മനസ്സിലാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. ഈ വീഡിയോ കണ്ടിട്ട് നമ്മളിപ്പോ വാങ്ങിച്ചത് എന്തായാലും വാങ്ങിച്ചു, അതില്ലെന്ന് പറയുന്നില്ല. ആ ഫോട്ടോ വാങ്ങിച്ചു കൊണ്ടുവന്ന് എന്റെ കടയിൽ വെച്ചതിന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. നല്ല രീതിയിൽ 3 മാസം കച്ചവടം നടന്നു തോന്നുന്നത് ആ ഫോട്ടോ കൊണ്ടുവച്ച അന്ന് മുതൽ ആ കട തന്നെ എനിക്ക് ഒഴിയേണ്ടി വന്നു. അത്രയ്ക്കും ഞാൻ ഇപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ തുടങ്ങിയ കടയിൽ ഞാൻ ആ ഫോട്ടോ കൊണ്ടുവന്നിട്ടില്ല. എന്റെ വീട്ടിലിരിക്കുകയാണ് ആ ഫോട്ടോ. അത്രയും നമ്മള് എന്തോ പറയുന്ന വിശ്വസിച്ച് നമ്മൾ വാങ്ങിച്ചിട്ട്, പക്ഷെ അവള് വിശ്വാസം ഇല്ലാതെയാണ് ആളുകളെ പറ്റിച്ചാണ് ഈ ഫോട്ടോ വരച്ച് ഇത്രയും പൈസയ്ക്ക് കൊടുക്കുന്നത്. ആ ഒരു ഇതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നമ്മുടെ കേരളത്തിലെ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ മലയാളികളടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്നവരാരും ഈ ജസ്ന സലീം വരയ്ക്കുന്ന ഫോട്ടോ ഇനി വാങ്ങിക്കരുത്. കാരണം അത്രമാത്രം അനുഭവിച്ച് അങ്ങേയറ്റം ചെന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ അറിയാം. എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഞാൻ ആ ഫോട്ടോ ഇട്ടിട്ട് ജസ്നയെ ടാഗ് ചെയ്തിട്ടിട്ടുമുണ്ട്. അത് കയറി നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും. അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടാണ് പറയുന്നത്. ഒരിക്കലും ഈ ഫോട്ടോ വാങ്ങിക്കരുത്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളതിനകത്ത് കമന്റ് ചെയ്യാൻ. ഈ ഫോട്ടോ വാങ്ങിച്ചത് കൊണ്ട് എന്താ പറയുന്ന ഞാനും വിധിയായി എന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഒരബദ്ധം ആർക്കായാലും പറ്റുമല്ലോ. അതുകൊണ്ട് ഇനി അത് ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ഇതിൽ കമന്റ് ചെയ്യണം. 10 പേരോടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒരാൾ കണ്ടാൽ മതി, 10 പേരോടെങ്കിലും പറയണം. കൂടുതൽ വീഡിയോ കാണുന്നില്ല, എന്നാലും 10 പേരോടെങ്കിലും നിങ്ങൾ പറയണം ജസ്ന സലീമിന്റെ ഫോട്ടോ വാങ്ങിച്ച് പണി കിട്ടിയ ഒരു യൂട്യൂബറാണ് വീഡിയോ ഇടുന്നതെന്നുള്ളത്. നന്ദി.